Hi, I'm Neeta, Chartered Accountant and Faculty at Logic. കഴിഞ്ഞ ഫെബ്രുവരി 1 ഒരു ലോങ്ങസ്റ്റ് ബഡ്ജറ്റ് സ്പീച്ച് നമ്മൾ കേട്ടു. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഇൻഡിവിജ്വൽസിന് 2 ഓപ്ഷൻസ് തരുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പഴയ സിസ്റ്റം ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റം ഫോളോ ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ളപ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു ഡിസ്കഷനാണ് ഈ ബഡ്ജറ്റ് ഇൻഡിവിജ്വൽസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. Okay, let's make a comparison between the two regimes. പുതിയ റെജിമിലേക്ക് വരുമ്പം ഇത്രയും കാലം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡിഡക്ഷൻസ് ഇനി മുതലില്ല. നിങ്ങൾ കണ്ടു കാണും, ബഡ്ജറ്റ് വന്ന ദിവസം ഓരോ ചാനലിലും ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ടായിരുന്നു, ഡിഡക്ഷൻ സ്ക്രാപ്ഡ്. അപ്പോൾ ഓവർ 70 ഡിഡക്ഷൻ സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ക്ലെയിം ചെയ്തിരുന്ന എക്സംഷൻസ്, ഡിഡക്ഷൻസ് അണ്ടർ ATC to ATU ഒന്നും ഇനിയില്ല. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് ഇസ്, പഴയ സിസ്റ്റത്തിൽ നമുക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് വാസ് ഡിഫറെൻറ്റ് ഫോർ നോർമൽ സിറ്റിസൺ, സീനിയർ സിറ്റിസൺ ആൻഡ് സൂപ്പർ സീനിയർ സിറ്റിസൺ. 2,50,000, 3,00,000, 5,00,000 എന്നിങ്ങനെ 3 ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ സിസ്റ്റത്തിൽ എല്ലാവർക്കും ഒരേ ലിമിറ്റാണ്. 2,50,000 വരെ ടാക്സ് കൊടുക്കണ്ട, അതിന് മുകളിലോട്ട് ഡിഫറെൻറ്റ് റേറ്റ്സ് വരുന്നുണ്ട്. ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് സ്ലാബ് റേറ്റ് കിട്ടി, ഡിഡക്ഷൻസിൻ്റെ കാര്യം മനസ്സിലായി. നെക്സ്റ്റ്, ഈ കണ്ടുപിടിച്ച ടാക്സിൻ്റെ കൂടെ സെസ് ആഡ് ചെയ്യണം. സെസ് 4% പഴയ റെജിമിലും പുതിയ റെജിമിലും. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സസ് 4%. ഇനി 50 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉള്ളവർ ടാക്സിൻ്റെ കൂടെ സർചാർജും കൂടി കൊടുക്കണം. അത് പഴയതിലും സെയിം ആണ്, ഇപ്പോഴും സെയിം ആണ്, റേറ്റ്സ് ഒന്നും മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും എങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓരോരുത്തരുടെ സ്ലാബ് റേറ്റ് നമുക്ക് നോക്കാം. ഫോർ എ നോർമൽ സിറ്റിസൺ ഹൂസ് ഏജ് ഇസ് ബിലോ 60 years, ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇസ് 2,50,000. So for income up to rupees 2,50,000, tax is 0. You don't have to pay tax on income up to rupees 2,50,000. 2,50,000 to 5,00,000, you have to give 5% tax. 5,00,000 to 10,00,000, 20%. 10,00,000 above, 30%. For a resident senior citizen, that is an individual who is 60 or above. A resident senior citizen who is aged 60 or above will get a higher basic exemption of rupees 3,00,000. Whereas a super senior citizen, that is aged 80 or above, will get a basic exemption limit of rupees 5,00,000. Moving on to our simplified tax regime. Section 115BAC gives an option to the taxpayer to pay tax at the new slab rate system. As per the new slab rate, up to 2,50,000 we don't have to pay any tax. 2,50,000 to 5,00,000, 5%. 5,00,000 to 7.5, 10%. 7.5 to 10,00,000, 15%. 10 to 12.5, 20%. 12.5 to 15,00,000, 25%. Above 15,00,000, 30%. പുതിയ റെജിമിൽ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ്, എക്സംഷൻസ് ആണ് ഇല്ലാത്തതെന്ന് നോക്കാം. ആദ്യം തന്നെ സാലറി ഹെഡിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡിഡക്ഷൻസ് ഒന്നും തന്നെ ഇനിയില്ല. 1 എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, 2 പ്രൊഫഷണൽ ടാക്സ്, 3 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് rupees 50,000. ഇത് 3 ഇനിയില്ല. ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്, സെക്ഷൻ 80C to 80U ഇത്ര കാലം നമ്മൾ അവെയിൽ ചെയ്തുകൊണ്ടിരുന്നതൊന്നും ഇനി കിട്ടത്തില്ല, എക്സെപ്റ്റ് 2. 1 80CC-D എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു നാഷണൽ പെൻഷൻ സ്കീം, അതിപ്പോഴും ഉണ്ട്. 2 80JJ-AA. ബാക്കി എല്ലാ എക്സംഷൻസും 80C തൊട്ട് 80U വരെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാം എടുത്തു കളഞ്ഞു. 80Cയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവെയിൽ ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് ഉള്ളത്. PF-ലേക്ക് പേ ചെയ്യുന്ന എമൗണ്ട്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ട്യൂഷൻ ഫീ പെയ്ഡ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്സ്, അതൊന്നും ഇനിയില്ല. മാക്സിമം 1,50,000 വരെ ക്ലെയിം ചെയ്യാമായിരുന്നു 80Cയിൽ. അതുപോലെ 80D മെഡിക്കൽ ഇൻഷുറൻസ്, 80G ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതർ ഫണ്ട്സ്, പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ ഇനി നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. അതുപോലെ സെക്ഷൻ 10ൽ നമ്മൾ അവെയിൽ ചെയ്തുകൊണ്ടിരുന്ന കുറേ എക്സംഷൻസ് ഉണ്ടായിരുന്നു.
ലീവ് ട്രാവൽ അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, ദെൻ ഇൻകം ഓഫ് മൈനർ ചൈൽഡിന് ഒരു എക്സംഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എക്സംഷൻസും സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് ഹൗസ് ലോണിനുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് ഡിഡക്ഷൻ നമുക്ക് ഇതുവരെ ക്ലെയിം ചെയ്യാമായിരുന്നു, ഇനി ആ ഒരു ഡിഡക്ഷനും അവൈൽ ചെയ്യാൻ പറ്റില്ല. അടുത്തത് ടോട്ടൽ ഇൻകം 25 lakhs വരുന്ന ഒരു വ്യക്തിക്ക് എത്ര ടാക്സ് കൊടുക്കണം നമുക്ക് നോക്കാം. പഴയ റെജിമിൽ, പുതിയ റെജിമിൽ. പഴയ റെജിമിൽ അപ് ടു 2,50,000 ടാക്സ് കൊടുക്കണ്ട. 2,50,000 to 5 lakh 5% ടാക്സ് കൊടുക്കണം. അപ്പോൾ 12,500. 5 lakh to 10 lakh 20% ടാക്സ് 1 lakh rupees. Above 10 lakh 30%, so 4,50,000. Total tax amount comes to 5,85,000, including cess at the rate of 4%. Under new regime 2,50,000 വരെ ടാക്സ് കൊടുക്കണ്ട. 2,50,000 to 5 lakh 12,500. 5 lakh to 7,50,000 10%, 25,000. 7,50,000 to 10 lakh 15%, 37,500. 10 lakh to 12,50,000 20% comes to 50,000. 12,50,000 to 15 lakh 25%, 62,500. And above 15 lakh 30%, 3 lakh. Total tax amounts to 5,07,000. ഇനി നമുക്കൊരു 5 സിറ്റുവേഷൻസ് നോക്കാം. ഡിഫറെൻറ്റ് ഇൻകം ലെവൽസ് കിട്ടുന്ന ഓരോരുത്തർക്കും എത്ര ടാക്സ് വരുന്നുണ്ട് ആസ് പെർ ഓൾഡ് റെജിം ആൻഡ് ന്യൂ റെജിം. ഫസ്റ്റ് വൺ, what if a common man earns a total income of 5 lakh and having deduction of rupees 1 lakh? As per old regime, no tax. As per new regime also, no tax. The inference is no tax is payable if our total income does not exceed rupees 5 lakhs. It is because of the rebate under section 87A. Second case, what if a private employee earns a salary of 9 lakhs per annum? He will get a standard deduction of 50,000, and if he is having deduction under section 80C 1,50,000, 80D 25,000, interest on housing loan 2 lakh. These all are my assumptions. Then let's see what is the tax amount. As per old regime, tax payable is nil. C, as per new regime, the tax payable is 62,400. So, if we are having eligible deduction, it's better to opt the old regime. Moving on to third situation. What if a doctor has a salary of rupees 12,25,000 per annum? He will get a standard deduction of rupees 50,000. And let us assume he is having a deduction under section 80C for rupees 1,50,000. The total tax amount comes to 1,24,800 as per old regime and also new regime. So the inference is, if our total income is 12,25,000 and deduction is rupees 2 lakh, tax under both regimes will be the same. Fourth case. What if a businessman earns annual income of rupees 30 lakhs, no standard deduction, no deductions, and interest on housing loan also nil? Then the total tax payable as per old regime is 7,41,000, new regime 6,63,000. So the inference is, if we belong to a high income class, it is better opt the new tax system. One more comparison. What if a retired officer aged 60 or above having a pension of rupees 5,25,000, interest income 1,50,000, standard deduction 50,000 can be availed, and he is also having a deduction under 80C 50,000, 80D 25,000, 80TTB interest on bank deposit 50,000. The tax under both regimes is as follows. Old regime 0, new regime 31,200. ഇപ്പോൾ നമ്മൾ 5 എക്സാമ്പിൾസ് കണ്ടു. ഡിഫറെൻറ്റ് ഇൻകം ലെവൽസ് ഉള്ളവർ എത്ര ടാക്സ് കൊടുക്കണം, ഏത് റെജിമാണ് നമുക്ക് കൂടുതൽ നല്ലത്, പഴയതാണോ പുതിയതാണോ എന്ന് കണ്ടു. നെക്സ്റ്റ് ഇസ്, എപ്പോഴാണ് നമ്മൾ ഈ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യേണ്ടത്, പഴയത് വേണോ പുതിയത് വേണോ എന്ന് എങ്ങനെ ചൂസ് ചെയ്യാം, അതാണ്. അപ്പം ഇൻഡിവിജ്വൽസ് ഹാവിങ് ബിസിനസ് ഇൻകം ഷാൽ മേക്ക് ദിസ് ഓപ്ഷൻ വെൻ ദേ ഫയൽ ദെയർ റിട്ടേൺ.
നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക ഒന്നെങ്കിൽ ജൂലൈ 31 അല്ലെങ്കിൽ സെപ്റ്റംബർ 30 ടാക്സ് ഓഡിറ്റ് ഉള്ളവർ, ആ സമയത്ത് നമുക്ക് ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ വൺസ് എക്സസൈസ്ഡ് ഷാൽ അപ്ലൈ ടു സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഓൾസോ. അപ്പോൾ ഒരിക്കൽ നമ്മൾ പുതിയ റെജിമിലേക്ക് മാറിയാൽ പിന്നെ അത് വരും വർഷങ്ങളിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. ഒരു ഓപ്ഷൻ ഉള്ളത് വേണമെങ്കിൽ നിങ്ങൾക്കത് വിഡ്രോ ചെയ്യാം, തിരിച്ച് പഴയതിലേക്ക് വരാം, പിന്നീട് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇറ്റ് ക്യാൻ ബി വിഡ്രോൺ വൺസ് ആൻഡ് cannot switch afterwards. പിന്നെ ബിസിനസ് ഇൻകം ഇല്ലാത്ത ഇൻഡിവിജ്വൽസ്, നോർമൽ സാലറീഡ് ഇൻകം ഉള്ളവർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓരോ വർഷവും നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കാം. ഈച്ച് ഇയർ യു ക്യാൻ മേക്ക് ദി ഓപ്ഷൻ, പഴയത് വേണോ ഓർ പുതിയ റെജിമിൽ ടാക്സ് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു 5 എക്സാമ്പിൾസ് കണ്ടു. ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിന് ഡിഫറെൻറ്റ് ഇൻകം ലെവൽസ് ഉള്ളവർക്ക് എത്ര ടാക്സ് കൊടുക്കണം എന്നുള്ളത് ആസ് പെർ ഓൾഡ് റെജിം ആൻഡ് ന്യൂ റെജിം. സോ ഫർദർ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ലോഗ് ഓൺ ടു ഇൻകം ടാക്സ് സൈറ്റ്. അവിടെ ഒരു ടാക്സ് കാൽക്കുലേറ്റർ ഫോർ ഫിനാൻഷ്യൽ ഇയർ 2021 ഉണ്ട്. അതിൽ നിങ്ങളുടെ ഇൻകം ആൻഡ് ഡിഡക്ഷൻസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദി ടാക്സ് ആസ് പെർ ഓൾഡ് റെജിം ആൻഡ് ന്യൂ റെജിം ആൻഡ് ഓൾസോ ദി ടാക്സ് ഡിഫറൻസ്. So plan your tax accordingly. Choose the better option. Thank you. Logic School of Management.